ഓണിയനും എല്ലാം കൂടെയുള്ള ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരു സാലഡ് റെസിപ്പിയാണ് കേട്ടോ, പീനട്ട് സാലഡ്. ഞാൻ ഒരു വണ്ണം കുറയ്ക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ അനൗൺസ് ചെയ്യുന്ന പോലെ ഇപ്രാവശ്യം അനൗൺസ്മെന്റ് ഒന്നും നടത്തുന്നില്ല. വണ്ണം കുറഞ്ഞു കഴിഞ്ഞ് എങ്ങനെയാണ് കുറച്ചതെന്ന് പറയാം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഒരു സാലഡ് റെസിപ്പി പോസ്റ്റ് ചെയ്യണം. കാരണം ഇപ്പം ഇങ്ങനത്തെ ഇത് ഈവനിങ് സ്നാക്ക് ആയിട്ട് കഴിക്കുന്നത്, ഡിന്നർ ഒന്നുമല്ല. അപ്പം നമ്മുടെ വിശപ്പ് മാറ്റാൻ ഇടയ്ക്ക് കഴിക്കാവുന്ന കുറച്ച് സാലഡ്സ് ആണ്. അപ്പം ഇന്നത്തെ സാലഡ് എന്ന് പറയുന്നത് ഒരു പീനട്ട് സാലഡ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. എങ്ങനെയാണെന്ന് കാണാം. പീനട്ട് സാലഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് പച്ച കപ്പലണ്ടി, അതായത് തൊലി ഇല്ലാത്ത ഇങ്ങനത്തെ വെള്ള കപ്പലണ്ടി ഇല്ലേ, ഇത് ഏകദേശം ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ട്. കഴുകിയൊന്നുമില്ല, അങ്ങനെ തന്നെ നമ്മുടെ നല്ല കുടിക്കുന്ന വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടാണ്. ഇപ്പം 4 മണി സ്നാക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ രാവിലെ സോക്ക് ചെയ്തിട്ടു. ഏകദേശം 8 മണിക്കൂർ സോക്ക് ചെയ്തിട്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഡിന്നറിനാണെങ്കിൽ അതനുസരിച്ച് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ സോക്ക് ചെയ്തിടുക. ഞാൻ രാവിലെ സോക്ക് ചെയ്തിട്ടു. ഓൾമോസ്റ്റ് 8 hours നോക്കിയാൽ മതി കേട്ടോ. ഇനിയും ഈ വെള്ളം ഫുള്ളായിട്ട് ഊറ്റിക്കളയണം. വെള്ളം ഊറ്റിക്കളഞ്ഞ കപ്പലണ്ടി ഞാനൊരു പ്രഷർ കുക്കറിലോട്ട് ഇടുവാണ്. ഈ കപ്പലണ്ടി ഇനിയും പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം. ഈ കപ്പലണ്ടിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്ര സാലഡ് വേണോ അത്രയും ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ. ഇത് ഏകദേശം 1 കപ്പ് കപ്പലണ്ടി ഉണ്ടാവും. സോക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. കപ്പലണ്ടി പ്രഷർ കുക്കറിൽ വേവിച്ചിട്ട് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. കറക്റ്റ് വേവാണ്. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളം അങ്ങ് ഊറ്റി കളയണം കേട്ടോ. അപ്പൊ കറക്റ്റ് വേവിലിരിക്കും. ഉപ്പിട്ടല്ല വേവിച്ചത്. ഇനി രണ്ടാമത് നമ്മൾ ഉപ്പ് ചേർക്കത്തുള്ളൂ. ഉപ്പിട്ട് വേവിക്കരുത് കപ്പലണ്ടി. ഇനിയും ഇതിനകത്തോട്ട് നമ്മൾ ഈ വെജിറ്റബിൾസ് ചേർക്കണം. ഇതിപ്പം ഒരു ചെറിയ ടൊമാറ്റോ, ക്യാപ്സിക്കത്തിന്റെ പകുതി, ഇത് 2 പേർക്കുള്ള സാലഡാണ്. ക്യാപ്സിക്കത്തിന്റെ പകുതി, ഒരു ചെറിയ സവോള, പിന്നെ കുറച്ച് മല്ലിയില. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഫിക്സഡ് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാം, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കാം. ഇതെല്ലാം കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇടുവാണ്. ടൊമാറ്റോ, മല്ലിയില, സവോള, ക്യാപ്സിക്കം. ഈ മല്ലിയില ഇങ്ങനെ ഇടുന്നതിന് പകരം മല്ലിയിലയും പുതിനയിലയും കൂടെ അരച്ച് നമ്മുടെ മിന്റ് ചട്നിയില്ലേ, അങ്ങനെ ആ ഒരു പേസ്റ്റ് ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ രീതിയിൽ ഉണ്ടാക്കാം. അങ്ങനെ അത് വേറൊരു ഫ്ലേവർ, അതും ടേസ്റ്റാണ്. ഇതിനകത്തോട്ട് ഇനിയും ഒരു ചെറിയ നാരങ്ങയുടെ നീര്, അതൊരു 2-3 ഡ്രോപ്സ് ഒഴിച്ചാൽ മതി. ഒരുപാട് വേണ്ട, കുറച്ച് മതിയെ. പിന്നെ ചേർക്കാൻ പോകുന്നത് ചാട്ട് മസാല. അതൊരു 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇങ്ങനെ എല്ലായിടത്തും മേടിക്കാൻ കിട്ടും. ഞാൻ ഈ പാക്കറ്റ് കാണിക്കാൻ കാരണം അത് കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ് ചാട്ട് മസാല. പിന്നെ ലേശം ഉപ്പ്. നമ്മൾ സാലഡ്സിലൊന്നും ഒരുപാട് ഉപ്പ് ചേർക്കരുത്. ചാട്ട് മസാലയും കുറച്ച് ഉപ്പുണ്ട്, അതുകൊണ്ട് ഒരുപാട് ഉപ്പ് വേണ്ട. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പേ ചേർക്കുന്നുള്ളേ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സാലഡ് റെഡി. ഒരു ക്യുക്ക് സാലഡാണ്. ഈവനിങ് സ്നാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കഴിക്കാം. ഞങ്ങളിപ്പം ഈവനിങ് സ്നാക്ക് ആയിട്ട് 2 പേർക്കുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. സാലഡ് ഉണ്ടാക്കിയത് മുരളിയേട്ടന് കൊടുത്തു. 4 മണിക്ക് എങ്ങനെ ഉണ്ടെന്ന് മുരളിയേട്ടൻ തന്നെ പറയട്ടെ. ഉഗ്രൻ സാധനമാണ്. കാരണം എനിക്ക് ഈ ടൊമാറ്റോയും ക്യാപ്സിക്കവും കപ്പലണ്ടിയും എന്താ പറയുക ഓണിയനും എല്ലാം കൂടെയുള്ള ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പുതിനയിലുണ്ട്, മല്ലിയില, ഇതെല്ലാം കൂടെ ഉള്ള ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലെമണും കൂടെ ഒഴിച്ച് ചെയ്യുമ്പോൾ ഉഗ്രനാണ്. അപ്പൊ ഇത് ഡെഫിനറ്റ്ലി പിള്ളേർക്കൊക്കെ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റിയ ഒരു സാധനം. കാരണം എന്താ വെച്ചാല് ഇതിന്റെ ആ ഒരു എനിക്ക് പറഞ്ഞാൽ മസാലയുടെ ശകലം ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന പിള്ളേർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുക. മാത്രമല്ല പ്രോട്ടീൻ ഇൻടേക്ക് നന്നായിട്ട് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. ബൈ. അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.